പാലക്കാട് തീവണ്ടിയിൽ നിന്നും ഒരു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. ദിണ്ടിഗൽ സ്വദേശി വെട്രിവേൽ ആണ് അറസ്റ്റിലായത്. ഒരു പ്രതികരണം കാണാം. पलक्कड़ का स्टेशन आने का टाइम में हम सो गया थोड़ा, और रात को 1 बजे उतरने का था आलवा में, इसलिए उधर उतर के आलवा में ही रुकना था, सुबह बस में जाने का था, इसलिए थोड़ा सोएगा बोल के सो गया। और सोने का टाइम में वो बच्ची को कपड़ा भी ऊपर में डाला था, कपड़ा डाल के सोया, और सुबह वो इरोड़ पहुंचने का टाइम में हमारा नींद टूट गया। उसके बाद देखने के बाद उधर बच्ची नहीं था, 2-3 आदमी घूम रहा था इधर उधर होके। वो पुलिस के पास गया और बच्ची का फोटो दे दिया। ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, ആ ഒഡീഷ സ്വദേശിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പേടിയാവുന്നു. കൂടെ കിടന്ന കുഞ്ഞിനെ പെട്ടെന്ന് കാണാതാവുന്നു. ആ കുഞ്ഞിനെ അവർ തെരഞ്ഞ് ഫ്രാൻഡിക്കായി തീവണ്ടി മുഴുവൻ നടക്കുന്നതിൽ പോലീസുകാർ ഒരു സല്യൂട്ട് അർഹിക്കുന്നു. ശ്രീത്ത്, ഈ വെട്രിവേലിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് പോലീസ് പറയുന്നത്? ഇയാൾ ഈ ഭിക്ഷാടന മാഫിയയിലെ വല്ല കണ്ണിവല്ലോ ആണോ ശ്രീത്ത്? അങ്ങനെയും പരിശോധന നടക്കുന്നുണ്ട് ഹാഷ്മി. അതിലെടുത്തു പറയേണ്ടത്, ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് അവിടുത്തെ ചില ഓട്ടോ ഡ്രൈവർമാരാണ്. ഒരു ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി ഈ കുട്ടി മദ്യലഹരിയിലുള്ള വെട്രിവേലിന്റെ കയ്യിലിരുന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വല്ലാത്ത തോതിൽ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോൾ തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. പിന്നീട് സംശയം തോന്നിയ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് വീണ്ടും തുടരെ ചോദ്യം ചെയ്തു. അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്താകുന്നത്. ഈ കുഞ്ഞ് വെട്രിവേലിൻ്റെതല്ല, ദിണ്ടിക്കൽ സ്വദേശി വെട്രിവേലിൻ്റെതല്ല എന്ന് ബോധ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ മദ്യലഹരിയിലായിരുന്നു. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒഡീഷ സ്വദേശികളുടേതാണെന്ന് ബോധ്യപ്പെടുന്നത്. ഇവർ ട്രെയിൻ നിറയെ ആ സമയത്ത് ഏതാണ്ട് പല മേഖലകളിലും ട്രെയിനിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റാനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് അത്. ആലുവയിൽ ഇറങ്ങാനുള്ള ദമ്പതികളാണ്, ഒഡീഷ സ്വദേശികളുടെ 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. എന്തായാലും ഈ കുഞ്ഞ് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇവർ തിരിച്ച് പാലക്കാട്ടേക്ക് വരികയായിരുന്നു. അതിനുശേഷം പാലക്കാട് വന്ന് പോലീസിനെ ബന്ധപ്പെട്ടു. അങ്ങനെ കുഞ്ഞിനെ സുരക്ഷിതമായി തന്നെ അവരുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. വെട്രിവേലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അല്പസമയം മുൻപ് നമ്മൾ അടക്കം ചോദിച്ചിരുന്നു, എന്തിനാണ് ഇങ്ങനെ കുഞ്ഞിനെ തട്ടിയെടുത്തതെന്ന് നമ്മളടക്കം ചോദിച്ചിരുന്നു. അയാളുടെ ശബ്ദം നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അയാൾ പറയുന്നത് മദ്യലഹരിയിലായിരുന്നു, സരക്ക് സാപ്പിട്ട് അറിയാതെ സെഞ്ച് പോയിരിക്കെ എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ തെരിയാമ സെഞ്ച് പോയിരിക്കെ എന്ന് പറഞ്ഞാൽ ഈ മദ്യലഹരിയിലൊക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോവുക എന്ന മൊഴി അത് അത്ര കണ്ട് വിശ്വാസയോഗ്യമല്ല എന്നാണ് പോലീസും പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കണം. ഏതെങ്കിലും തരത്തിൽ ഭിക്ഷാടന മാഫിയുടെ ആളാണോ അറിയാതെ സരക്ക് സാപ്പിട്ട് സെഞ്ച് പോകുന്നതാണോ ഒരു വയസ്സ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത്? അപ്പോൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നതിനെ പറ്റി പോലീസിന് ഇതിനോടകം എന്തെങ്കിലും നിഗമനമുണ്ടോ ശ്രീത്ത്? ഹാഷ്മി, രാവിലെ കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല പൂസായിരുന്നു, അൺഫിറ്റ് ആയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ വെട്രിവേല് സ്വാഭാവികമായി ആ പൂസൊക്കെ ഇറങ്ങിയത് നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണ് നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല, കാല് നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഫിറ്റായിരുന്നു, അൺഫിറ്റായിരുന്നു. ഈ പൂസൊക്കെ ഒന്ന് ഇറങ്ങി പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അല്പസമയത്തിനകം തന്നെ പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നോർത്ത് CI അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും. ഏതെങ്കിലും തരത്തിൽ ഭിക്ഷാടന മാഫിയുമായി ബന്ധമുണ്ടോ, എന്തിനാണ് കുഞ്ഞിനെ തട്ടിയെടുത്തത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ്. വെട്രിവേൽ എന്ന തമിഴ്നാട് സ്വദേശിയാണ് 1 വയസ്സുള്ള കുഞ്ഞിനെ തീവണ്ടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത്. എന്തിനാണ് അയാളുടെ ഉദ്ദേശം എന്ന് പോലീസ് പറയട്ടെ. എന്തായാലും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ.